ജനകീയ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ പാലച്ചറമാട് പാലക്കൽ നടപ്പാത ക്ലീനിംഗ് ഉദ്ഘാടനം നടത്തുന്നത് നമ്മുടെ പ്രിയങ്കരനായ എടശ്ശേരി മുഹമ്മദ് കുട്ടി സാഹിബാണ്. ഈ സമയത്ത് നമ്മൾ ഓർത്തു പോകേണ്ടത് നമ്മുടെ കഴിഞ്ഞ വർഷം നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന പെരിങ്ങോഴ ശിഹാബ് നമ്മുടെ കൂടെയില്ല. ശിഹാബിൻ്റെ എല്ലാ ദോഷങ്ങളും പുറത്തു കൊടുക്കട്ടെ എന്ന് ഈ സമയത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ടവരെ, ഓരോ പ്രദേശത്തും ഓരോ കൂട്ടം ആളുകൾ ഉണ്ടാവാറുണ്ട്. പക്ഷേ അതിനൊക്കെ വ്യത്യസ്തമായിട്ടുള്ളൊരു സംഘമാണ് പാലച്ചറമാട് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ജനകീയ കൂട്ടായ്മ. എല്ലാ വർഷവും അതാത് പ്രദേശത്തുണ്ടാകുന്ന വിഷയങ്ങൾക്ക് ഇടപെട്ടുകൊണ്ട് ജനോപകരമായിട്ടുള്ള ഒട്ടനവധി പ്രവർത്തനങ്ങൾ കാഴ്ചകൊണ്ടിരിക്കുന്ന നമ്മുടെ പോരാടൻ കുഞ്ഞുട്ടിയും അതേപോലെ KP ലക്ഷ്മണും അതുപോലെ തന്നെ നമ്മളെ മങ്കട ഷഫീഖ് അടക്കമുള്ള നേതാക്കന്മാരുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ ജനകീയ കൂട്ടായ്മയ്ക്ക് ഇവിടെ നടത്തിയ ഈ ക്ലീനിങ് നമ്മുടെ ഹൈവേയുടെ ഓരത്ത് അതുപോലെ തന്നെ ഈ നാലാമ്പാടും പരിസര പ്രദേശത്തൊക്കെ നടത്തുന്ന ജനോപകരമായ പ്രവർത്തനത്തിന് പെരുമണ്ണക്ലാരി ഗ്രാമപഞ്ചായത്തിൻ്റെ എല്ലാവിധ ആശംസകളും നൽകുന്നു. ജനകീയ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ എല്ലാ വർഷവും നടത്തുന്നതാണ് ഈ ക്ലീനിങ്. അതോടൊപ്പം എനിക്ക് അധികാരികളോട് ശ്രദ്ധപ്പെടുത്താനുള്ളത്, നമ്മൾ കുറേ പ്രാവശ്യമായിട്ട് ഇവിടെ ആവശ്യപ്പെടുന്നതാണ് ഒരു ക്യാമറ. ആ ക്യാമറയുടെ ഒരു വെക്കേണ്ട ഘട്ടം അതിക്രമിച്ചിരിക്കണേ. അപ്പോൾ അതൊന്ന് പ്രസിഡന്റ് ശ്രദ്ധപ്പെടുത്തുകയാണ്. അതോടൊപ്പം അയൽക്കൂട്ടത്തെ വെച്ചിക്കാണ്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ക്ലീൻ ആക്കിയാൽ വളരെ ഉപകാരപ്പെടും. ഇതൊരു വർഷം കഴിയുമ്പോൾ സ്കൂൾ തുറക്കുന്ന സമയത്താണ് അപ്പോഴത്തേക്ക് ക്ലീനിങ് വരുന്നത്. കൂടുതൽ ക്ലീനിങ് സജ്ജീകരണങ്ങൾ ആവശ്യം വരുന്നത്. അപ്പോൾ അത് പ്രസിഡന്റ് വന്ന് ഉഷാറാക്കി തരുന്ന വിചാരിക്കുകയാണ്. നമ്മുടെ ഷഫീഖ് വന്ന കാര്യത്തിൽ നമ്മളിപ്പോൾ നമ്മൾ ക്ലീനിങ് മുമ്പ് ചെയ്തിരുന്ന നമ്മൾ 5 NRCയുടെ തൊഴിലാളികൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അത്തരം ഒരു രീതി ആ തൊഴിലാളികൾ ഉപയോഗിച്ച് ചെയ്യാൻ നമുക്ക് സാധിക്കുന്നില്ല. നിയമം അതിനെ അനുവദിക്കുന്നില്ല. അത് എന്താണോ പഞ്ചായത്ത് ഇത്തരം സംഭവങ്ങൾ ചെയ്യേണ്ടതെന്നുള്ളത് നോക്കിയിട്ട് ചെയ്യാം. പിന്നെ ക്യാമറയുടെ കാര്യം നമ്മളിപ്പോൾ 25-26 വാർഷിക പദ്ധതിയിൽ ഫണ്ട് വകയിരുത്തിയിട്ടുണ്ട്. വളരെ ഫാസ്റ്റായിട്ട് പാലച്ചറമാട് മേഖലയിൽ നമുക്ക് ജനകീയ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ നമ്മുടെ പ്രത്യേകിച്ച് നമ്മൾ കുഞ്ഞുട്ടി താല്പര്യം എടുത്തുകൊണ്ട് ചെയ്തൊരു പരിപാടിയാണ്. ഏറ്റവും ഉപകാരമുള്ള ഒരു പരിപാടി പറഞ്ഞാൽ സ്കൂൾ തുറക്കുകയാണ് നാളെ. ഇവിടെ ഫുൾ കാടാണ്. ഫുൾ കാട് എന്നതിൻ്റെ ആദ്യത്തെ ചിത്രം ഇവിടെ ഉണ്ടോയെന്ന് അറിയില്ല. ഇവിടെ വന്ന് നോക്കുമ്പോൾ കാണുന്ന വല്ലാത്തൊരു രംഗമാണ് ഈ കാണുന്നത്. വളരെ ഭംഗിയായി നമ്മളെ മക്കൾക്ക് സ്കൂളിലേക്ക് പോകാനും അങ്ങാടിയിലേക്ക് പോകാനൊക്കെ ഉള്ള വളരെ ഭംഗിയായിട്ടുണ്ട്. ഇത് കഴിഞ്ഞ വർഷം ചെയ്തു, നമ്മൾ ഈ വർഷവും അതേപോലെ ചെയ്തു. പക്ഷേ അത് വലിയൊരു മാതൃകാപരമായ പ്രവർത്തനമാണ്. മാത്രമല്ല നമ്മുടെ നാട്ടിലെല്ലാവരും ഉണ്ട്. മെരുൻടാക്കുണ്ട്, അമിതാക്കുണ്ട്, ജാബിറുണ്ട്, റാഫി, അബിബാക്ക് എല്ലാവരും നമ്മളെല്ലാവരും ഉണ്ട്. ഫാറൂഖ് ഉണ്ട്, മനാഫ് ഉണ്ട്, ഷഫീഖ് ഉണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ കൂട്ടായ്മ നാടിൻ്റെ കൂട്ടായ്മയാണ്. ഇത് വളരണം. ഇങ്ങനെ ഉപകാരപ്രദമായ കാര്യങ്ങൾ ചെയ്യുന്നതിൽ മുൻപന്തിയിൽ ജനകീയ കൂട്ടായ്മ ഉണ്ടാവണം. അതിൻ്റെ ഒപ്പം അപ്പോൾ എല്ലാവരും ഉണ്ടാവും. വളരെയധികം സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് കുഞ്ഞുട്ടിനെ അഭിനന്ദിക്കുകയാണ്. വർഷം തോറും ജനകീയ കൂട്ടായ്മ നടത്തി വരുന്ന പാലക്കൽ നടപ്പാത ക്ലീനിക് ഇന്ന് എല്ലാ ജനങ്ങളുടെയും പിന്തുണയോടുകൂടി നമ്മളെ മുന്നിട്ടൊക്കെ ഉദ്ഘാടനം ചെയ്ത് ആരംഭിക്കുകയാണ്. സ്കൂൾ തുറക്കാൻ സമയമായി. സ്കൂൾ തുറന്നാൽ വിദ്യാർത്ഥികൾക്ക് നടന്നു വരാനുള്ള വഴി സുഗമമായി കൊടുക്കുക എന്നാണ് ഇതിൻ്റെ ലക്ഷ്യം. കൊല്ലം തോറും ജനകീയ കൂട്ടായ്മ നടത്തി വരാനുള്ള വഴി ക്ലീനിങ്ങാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. വിദ്യാർത്ഥികളൊക്കെ സുഖമായി നടക്കാനും ജനങ്ങൾക്ക് എല്ലാവർക്കും നടന്നു പോകാനുള്ള വഴി സുഗമമാക്കുക എന്നാണ് ഇതിൻ്റെ മുഖ്യ ലക്ഷ്യം. വീണ്ടും ഇൻഷാ അല്ലാഹ് ഒരു 6 മാസം കഴിഞ്ഞാൽ ഒന്നും കൂടി നമ്മൾ വൃത്തിയാക്കും. അതിന് ഈ കൂട്ടായ്മയിൽ എല്ലാവരും സഹകരിച്ചുകൊണ്ട് നടത്തപ്പെടുന്നതാണ്. അത് കുടിക്കാനെങ്കിലും നമുക്ക് എത്താനായി. പണ്ട് ഞാൻ മറ്റേ നമ്മുടെ പഞ്ചായത്തിൽ നിധി കൊടുത്തില്ലേ, അതേപോലെ വേറെ
ഇനി വേണമെങ്കിൽ പുള്ളിക്ക് സനപ്പം ഇതല്ലേ Good morning.